ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞങ്ങളും നടത്താമെന്ന് കരുതി. ഞങ്ങൾ ഇതുവരെയും ഇത് സ്കൂൾ തുറക്കുന്നതിന് തലേദിവസം ഞായറാഴ്ചയാണ്. നമ്മളപ്പം മഴയൊക്കെ അതിന് മുന്നേയൊക്കെ മഴയായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇന്നും ഞങ്ങൾ ഒറ്റയ്ക്ക്, ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. മക്കളെ കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് അത് നടക്കുന്നില്ല. ഇപ്പോൾ റോഡിലും ഒക്കെ നല്ല വെള്ളമുണ്ട്, മാത്രമല്ല മഴയുമുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുവരവ് പാടാണ്. നമ്മൾ അമ്പലപ്പുഴയുള്ള ലുലു ഫാക്ടറി സെയിൽ എന്ന അവിടെയാണ് നമ്മൾ കയറിയത്. ബ്രാൻഡഡ് ബാഗുകളൊന്നും അല്ല കേട്ടോ ഇതൊന്നും, എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി. ഒരു ബാഗിന് 790 രൂപയാണ്. അങ്ങനെ രണ്ടുപേർക്ക് ഒരു ബാഗ് വാങ്ങിച്ചു. പിന്നെ ഗോപൂട്ടന് മഴ സമയത്ത് സ്കൂളിലിടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ്, നമ്മൾ രണ്ടാമത് കാണിച്ച ചെരുപ്പാണ് എടുത്തത്. ദേവുവിനൊരു കുട വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. നോട്ട്ബുക്കൊക്കെ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്, ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് തന്നെ വേണമെന്ന് ദേവു പറഞ്ഞിരുന്നു. അപ്പോൾ ആ നോട്ട്ബുക്ക് വാങ്ങിച്ചു. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ക്യാംലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിച്ചു. അപ്പോൾ ഇനിയുണ്ട് വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ടൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് പിന്നീടാകാമെന്ന് കരുതി. തൽക്കാലം വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ഇത് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് കേട്ടോ. ദേവും ഗോപുട്ടനും ഒക്കെ ഒരുങ്ങി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അപ്പോൾ അച്ഛൻ കുളിച്ചിട്ടൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. ഭസ്മം തൊട്ട് കൊടുക്കാനായിട്ട് വിളിച്ചതാണ്. അപ്പം ഭസ്മം തൊട്ട് കഴിഞ്ഞപ്പോൾ ഗോപുട്ടന് ഒരു ശകലം വളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരു ബഹളമായിരുന്നു. അതൊക്കെ ദേവ് റെഡിയാക്കി നമ്മളപ്പം സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളിലൂടെ വാങ്ങിക്കാനുണ്ട്. നമ്മൾ ഒന്നും അത്യാവശ്യം വേണ്ട. കാരണം ബാഗ്, ദേവിന് ഇനി ചെരുപ്പ് വാങ്ങിക്കാനുണ്ട്, വാട്ടർ ബോട്ടിൽ രണ്ടുപേർക്കും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരു വാട്ടർ ബോട്ടിൽ വേണം. അങ്ങനെ റെയിൻകോട്ട് കഴിഞ്ഞ വർഷത്തെ വാട്ടർ ബോട്ടിലും ഉണ്ട് കേട്ടോ, സ്റ്റീലിൻ്റെ ബോട്ടിലുണ്ട്. എങ്കിൽ കൂടി അത് താഴെ വീണിട്ടൊക്കെ അത് ചളുങ്ങിപ്പോയിരുന്നു. അപ്പോൾ അത് പുതിയത് വാങ്ങിക്കാമെന്ന് കരുതി. ഇപ്പോൾ നമ്മുടെ അമുലുവിനെ എടുത്ത് ദേവ് കൊഞ്ചിക്കുകയാണ് സ്കൂളിൽ പോകുന്ന സമയത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോയി. ഇപ്പോൾ സമയം 9:30 കാരണം 10 മണിയൊക്കെ 9:30 ആകുന്നു. കണ്ടു, 10 മണിയൊക്കെ കഴിഞ്ഞിട്ടേ പ്രോഗ്രാമൊക്കെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ തിരുവല്ല SCS സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടം വരെ പോകണം. അപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആ ഒരു ക്ഷീണമുണ്ട്. ചേട്ടനും ഗോപുവായിട്ട് ബൈക്കിൽ പോവും, ഞാനും ദേവും കൂടെ സ്കൂട്ടറിൽ പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അച്ചാമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളത് ആ വഴിയിലേക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ അമ്മയിൽ പുറകെ വരികയാണ്. അവൾ ഇങ്ങനെയാണ്. ഇപ്പം കണ്ണ് തെറ്റിയ കൊച്ചു കുട്ടികൾ ഇറങ്ങി ഓടുന്ന കണക്ക് ഈ ആറ്റുതീരത്തോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഒന്ന് വിളിച്ചാൽ ഓടി വരും, പിന്നെയും ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓടി ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതാ സ്കൂട്ടറിലാണ് ഞാൻ കയറി. ചേട്ടനും ഗോവും കൂടെ പുറകെ വരും. അപ്പം നമുക്ക് കുറച്ചധികം ദൂരമുണ്ട് സ്കൂളിലേക്ക്. അപ്പം അതിൻ്റെ മക്കളെ സ്കൂൾ ബസ്സിലല്ലാതെ ഇപ്പോൾ ഈ വർഷം ട്യൂഷന് ദേവിനെ വിടണമെങ്കിൽ സ്കൂൾ ബസ് വിടാൻ പറ്റത്തില്ല. ഇവരുടെ സ്കൂൾ ബസ് 7:30, ഫസ്റ്റ് ബസ് 7:30 ആകുമ്പോഴത്തേക്കും നീരേറ്റുപുറത്ത് വരും. അപ്പം നമുക്ക് ട്യൂഷന് വിട്ട് കഴിഞ്ഞാൽ ട്യൂഷൻ കഴിയുന്നത് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ട്യൂഷൻ കഴിയുന്നത്. അപ്പോൾ അതൊരു ഇതായതുകൊണ്ട് ഇതുവരെയും ഇവർ രണ്ടും ട്യൂഷനൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വർഷം തൊട്ട് ട്യൂഷന് വിടാമെന്ന് കരുതിയിരുന്നു. പക്ഷേ നമുക്ക് സ്കൂൾ സമയവും ട്യൂഷൻ്റെ ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ KSRTC ബസ്സിന് വിടണം. അപ്പോൾ അത് ചെറിയ കുട്ടികളായതുകൊണ്ട് അത്രയും നല്ല തിരക്കും ഇത്രയും ദൂരെ പോകണമല്ലോ. അപ്പോൾ അതിൻ്റേതൊരു ടെൻഷനുണ്ട്. അതാ നമ്മൾ സ്കൂളിലേക്ക് എത്തി. സ്കൂളിൽ നവാഗതർക്കുള്ള ഫങ്ഷനൊക്കെ വേറെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. നമ്മളിത് ദേവുവിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ഇത് 7B സ്റ്റാൻഡേർഡാണ്, ഡിവിഷനാണ് B. 7ാം സ്റ്റാൻഡേർഡിലെ B ഡിവിഷനാണ്. അപ്പോൾ ഇവിടുന്ന് കുട്ടികൾ ഇനിയും വരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ 8ലോട്ട് മാറ്റത്തുള്ളൂ. അപ്പോൾ ദേവുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇവിടെ 4ാം ക്ലാസ്സിലെ ഗോപുട്ടൻ്റെ ക്ലാസ്സിലേക്ക്. ഇവരുടെ പേര്, ദേവുവിന് സ്കൂൾ ഒഫീഷ്യൽ നെയിം തീർത്ഥാകൃഷ്ണൻ എന്നാണ്, ഗോപുട്ടന് തേജസ് കൃഷ്ണൻ. നമ്മൾ ദേവു ഗോപുന്ന് അങ്ങനെ തന്നെ വരുന്നുള്ളൂ കേട്ടോ. അതാണ്. അപ്പം ഇവരുടെ ചെറിയ LKG പിള്ളേരുടെയൊക്കെ പ്രോഗ്രാമൊക്കെ നടക്കാറായി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ദേവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ദേവിൻ്റെ അടുത്ത് ആരുമില്ല. അപ്പോൾ ദേവുവാണ് വന്നിട്ട് NCCക്ക് ചേരേണ്ട, അവൾക്ക് SPC മതി, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, അത് മതിയെന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, NCC ആണ് നല്ലത് മോളെ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ പോയി. ഇത് കണ്ടോ, ഇത് വലിയൊരു സ്കൂളാണ്. നമ്മളെ LKG തൊട്ട്
ഇത് ദേവിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. LKG തൊട്ട് ഹയർ സെക്കൻഡറി വരെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ TTC ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്രയും ദൂരമാണെങ്കിൽ കൂടി ഇവിടെ ഒരുമിച്ചാവും. നമ്മളിങ്ങനെ സ്കൂൾ മാറാൻ നടക്കണ്ട, രണ്ടുപേരും ഒരുമിച്ചാവും. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഡിവിഷൻ മാറി. ഇപ്പോൾ സ്കൂളും ക്ലാസ്സും മാറി, 8ാം ക്ലാസ്സിലേക്കായി, ഡിവിഷനും മാറി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരി പോയി. 1-2 പേരൊക്കെ മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എന്നോട് ടീച്ചറോട് പറ അവരുടെ ഡിവിഷനിൽ എന്നെയും ചേർക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു സാരമില്ല, അത് എല്ലാ വർഷവും സ്കൂൾ ഡിവിഷൻ മാറ്റും. അപ്പോൾ പിന്നെ നമ്മൾ പരസ്പരം കുട്ടികളെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ വർഷം ഇങ്ങനെയാണെങ്കിലും അടുത്ത വർഷം അത് ഇതായേ പറ്റൂ, അഡ്ജസ്റ്റ് ആയേ പറ്റൂ. അപ്പോൾ നമ്മൾ പിന്നെ ടീച്ചർ പറഞ്ഞു എന്തിനാ സാരമില്ല, അവൾ ഇവിടെ ഇരുന്നോട്ടെ, അവൾ 1-2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം നമ്മളത് വെയിറ്റ് ചെയ്തു കേട്ടോ. ഗോപുട്ടൻ്റെ പ്രോഗ്രാമൊക്കെ തീരാനായിട്ട് ഒരു 12-12:30 ആയി. കാരണം എനിക്ക് ഇനിയും നൈറ്റിന് പോകേണ്ടതാണ്. നമുക്ക് അത്രയും നല്ല ക്ഷീണമുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ ടീച്ചറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രോഗ്രാമൊക്കെ കഴിയുമ്പം ഡിവിഷനൊക്കെ തിരിച്ചിരുത്തി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഗോപുട്ടന് ലഡുവൊക്കെ കിട്ടിയ ഒരു ലഡു കിട്ടി, അത് ഞങ്ങൾ 4 പേരും കൂടെ കഴിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം ദേവുവിനും ഗോപുവിനെയും കൂടെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തത് കേട്ടോ. അപ്പോൾ വലിയ പ്രോഗ്രാമൊക്കെ ആയിരുന്നു, പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇത്തവണയും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ദേവിൻ്റെ ക്ലാസ്സിൽ പോയി. അപ്പോൾ ചേട്ടൻ ഗോപിൻ്റെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ദേവിൻ്റെ ക്ലാസ്സിൽ പോയിരുന്നു. ക്ലാസ്സിൽ കയറിയില്ല, എന്നാലും ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം അത്രയും സ്ഥലമുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു സ്കൂൾ ഗ്രൗണ്ടും ആ കെട്ടിടങ്ങളും ഒക്കെ കാണാനായിട്ട്. പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ, പുതിയതൊന്നുമല്ല, പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഇപ്പം നമുക്ക് എല്ലാം പുതിയതല്ലേ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം ചുറ്റി നടന്ന് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തൊരു ഹാളിൽ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദേവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസം ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽ ഇപ്പോഴത്തെ ഒരു അളവ്, വെള്ളത്തിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിക്കണമെന്ന് ദേവു പറഞ്ഞു. അപ്പോൾ എനിക്കും ജോലിക്ക് പോകാനായിട്ട് എനിക്കൊരു ബോട്ടിൽ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം, റെയിൻ കോട്ട് വാങ്ങിക്കണം, ദേവുവിന് സ്കൂളിലിടാനായിട്ട് ഷൂസ് ഉണ്ട്, എങ്കിൽ കൂടി ഒരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് കരുതി. മഴ ടൈമല്ലേ. അപ്പം അങ്ങനെ കുറച്ച് നമ്മളൊന്നും വാങ്ങിച്ചില്ല, വളരെ കുറച്ച് സാധനങ്ങൾ, ബാഗ്, നോട്ട്ബുക്കും അങ്ങനെയുള്ളതൊന്നും വാങ്ങിച്ചുള്ളൂ. അല്ലാതെ ഒന്നും അനാവശ്യം ഒരു സാധനവും നമ്മൾ വാങ്ങിച്ചില്ല. ആണ് പുതിയ കുട്ടികളുടെ പരിപാടി, പ്രവേശനോത്സവം നടക്കുന്നത്. അപ്പം നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നോട്ട്ബുക്കും ടെക്സ്റ്റും ഒക്കെ, നോട്ട്ബുക്കല്ല ടെക്സ്റ്റ്, ഗോപുട്ടനും ദേവിനും ടെക്സ്റ്റൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഉച്ച സമയമായിരുന്നു, നമ്മളൊരു ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്, വീണ്ടും വേറൊരു